കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെതിരെ സമരം ചെയ്ത ആളെ കാണാനില്ലെന്ന പരാതി. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന സുജേഷ് കണ്ണാട്ടിനെയാണ് കാണാനില്ലെന്ന പോലീസിൽ പരാതി ലഭിച്ചത്. കരുവന്നൂർ ബാങ്കിനെതിരെ സമരം നടത്തിയതിന് സുജേഷിന് ഭീഷണി നേരിട്ടിരുന്നു. സുവിയാണ് ചേരുന്നത്. സുവി, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഗോപി, ഇന്നലെ വൈകിട്ട് മുതൽ സുജേഷ് കണ്ണാട്ടിനെ കാണാനില്ല എന്നാണ് പരാതി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എവിടേക്കാണ് പോയത് എന്ന് അറിയില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒറ്റയാൾ സമരം കരുവന്നൂർ ബാങ്കിനെതിരെ നടത്തിയിരുന്നു. കരുവന്നൂർ ബാങ്കിന്റെ ക്രമക്കേടുകളെ കുറിച്ച് നിരന്തരം ബ്രാഞ്ച് കമ്മിറ്റിയിലും CPMന്റെ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികളെയും മറ്റും അറിയിച്ചിരുന്ന ആൾ കൂടിയാണ് ഈ സുജേഷ് കണ്ണാട്ട്. അതിനുശേഷം ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഒറ്റയാൾ സമരം നടത്തുകയുണ്ടായത്. ഇത് വലിയ പ്രതിസന്ധി തന്നെ പാർട്ടിക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പാർട്ടി ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചതിനു ശേഷം നിരന്തരമായി CPM, അതായത് പ്രത്യേകിച്ചും ഈ പാർട്ടിയിൽ തന്നെ താൻ വിശ്വസിക്കുന്നു എന്ന് സുജേഷ് കണ്ണാട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കരുവന്നൂർ ബാങ്കിന്റെ ക്രമക്കേടുകളെ പറ്റി നിരന്തരം സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മുതൽ അദ്ദേഹത്തെ കാണാനില്ല എന്ന വിവരമാണ് വീട്ടുകാർ പങ്കുവെക്കുന്നത്. പ്രധാനമായും ഭീഷണി നിലനിന്നിരുന്നു. ഈ പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ കരുവന്നൂർ ബാങ്കിനെതിരെ സംസാരിച്ചതിന് ഇരിങ്ങാലക്കുടയിലെ പലരിൽ നിന്നും ഇദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇവർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ പോലീസിനും കഴിയുന്നില്ല. പോലീസ് കേസെടുക്കുകയും ഇരിങ്ങാലക്കുട പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ഏതായാലും സുവി പറഞ്ഞ പോലെ ഫോൺ വർക്ക് ചെയ്യുന്ന ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, പോലീസ് കേസെടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല. ഇരിങ്ങാലക്കുട പോലീസാണ് കേസെടുക്കുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇങ്ങനെ സുജേഷ് കണ്ണാട്ടിനെ കാണാനില്ല, ഇന്നലെ മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ല, അപ്പോൾ സ്വാഭാവികമായി ഇന്നെങ്കിലും എത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇത്രയും സമയമായിട്ടും സുജേഷിനെ കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സഹോദരൻ പോലീസിൽ വിവരം അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമ്പർ ട്രേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടാവും. ഏതായാലും മാധ്യമങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതാണ് സുജേഷ് കണ്ണാട്ട്. അതുകൊണ്ട് തന്നെ സുജേഷ് കണ്ണാട്ടിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിവരം അറിയുമ്പോൾ തന്നെ ആദ്യം സുജേഷിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. സുജേഷിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സുജേഷ് ഫോൺ എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കളാണ് പറയുന്നത് ഇന്നലെ മുതൽ തന്നെ സുജേഷിനെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം ബന്ധുക്കളാണ് പറയുന്നത്. ഇദ്ദേഹത്തെ ഭീഷണി ഉണ്ടായിരുന്നു, അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്പം തന്നെ നിരന്തരം ഈ കരുവന്നൂർ ബാങ്കിൻ വിഷയത്തിൽ നിരന്തരം സമരങ്ങൾ ചെയ്യുകയും പാർട്ടിയുടെ പല തട്ടുകളിൽ പരാതിപ്പെടുകയും ചെയ്യുകയും അവസാനം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയും മറ്റും സമരം നടത്തുകയും മറ്റും ചെയ്തതിന്റെ ഭാഗമായാണ് സുജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് അച്ചടക്ക നടപടി വരെ സ്വീകരിച്ചത്. അതിനുശേഷവും താൻ പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുന്നു, താൻ പാർട്ടിയിലുള്ള മറ്റൊന്നിലേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു CPM കാരനായി തന്നെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പുകളും ഈ വായ്പാ തട്ടിപ്പുകളിലെ കുറിച്ച് താൻ നിതാന്ത ജാഗരൂകനായിരിക്കും. കാരണം ഇതൊരു വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് സുജേഷ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ കാണാതായിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതാനും ദിവസം ഇന്നലെ വരെ വീട്ടുകാർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ട് മുതൽ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ഫോൺ എടുക്കുന്നില്ല എന്നാണ് വീട്ടുകാരിൽ നിന്നും നമുക്ക് അറിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയില്ല. ഒരു ആശങ്ക വീട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അല്പം മുമ്പാണ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ പോലീസ് തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗോപി, പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ സർക്കാർ ന്യായീകരിക്കുകയല്ല വേണ്ടതെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ബിഷപ്പിനെ സന്ദർശിച്ച ശേഷമുള്ള VN വാസവന്റെ പ്രതികരണം സർക്കാർ നിലപാടല്ലെന്ന് മുഖ്യമന്ത്രി പറയണം. മോശം പ്രചരണം നടത്തുന്ന ബിഷപ്പുമാരെ ചിലർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ബിഷപ്പുമാരോട് വിരോധവുമില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലുള്ളൊരു അവസ്ഥ ഒന്നുണ്ടോ എന്ന് നമുക്ക് സംശയം. കാരണം ചില മന്ത്രിമാർ എന്ന് ബിഷപ്പന്മാരെ അവരെ പർവ്വതീകരിച്ച് അവരെ ശുദ്ധീകരിച്ച് അവരെ ശുദ്ധാത്മാക്കളാക്കി പറയണമെന്ന് കുഴപ്പമില്ല. ബിഷപ്പന്മാരൊക്കെ വലിയ ആളുകളാണ്. അവരെ വിശുദ്ധന്മാരാക്കി പറഞ്ഞോ, അതിന് കുഴപ്പമില്ല. ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അത് മറ്റൊരു വിഭാഗത്തിന് നോയിക്കണം. അപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ സംഘടനകൾ ഏതുണ്ടോ
എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് അങ്ങനെ തന്നെ. മതസൗഹാർദ്ദം തകർക്കുന്ന നിലപാടുകൾ സമസ്തയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സമസ്ത പ്രസിഡന്റ് പറഞ്ഞു. മറ്റേതെങ്കിലും സംഘടന വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മുസ്ലിങ്ങളുടെയും പേരിൽ കെട്ടിവെക്കരുത്. ഇസ്ലാമിൽ മതം മാറ്റാൻ ജിഹാദ് ഇല്ല. എല്ലാവർക്കും മുട്ടാനുള്ള ചെണ്ടയാണ് ഇസ്ലാം എന്ന് ചിലർ കരുതുന്നു. മതനേതാക്കളിൽ നിന്ന് സൗഹാർദ്ദ വാക്കുകളാണ് വരേണ്ടതെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു. ഇന്നേ വരെ ഇവിടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. മതസൗഹാർദ്ദം തകർക്കുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏതെങ്കിലും പോഷക സംഘടനകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ സമസ്തയിൽ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഉണ്ടായ ചരിത്രം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒന്നും ആർക്കും ഇവിടെ അത് സ്ഥാപിക്കാൻ സാധ്യമല്ല. സമുദായ നേതാക്കളുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുമെന്ന് കോൺഗ്രസ്. സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിവിധ മതനേതാക്കളെ കണ്ടെന്നും KPC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. കോഴിക്കോട്ട് സമസ്ത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. പാലാ ബിഷപ്പിനെ കണ്ട ശേഷമുള്ള മന്ത്രി VN വാസവന്റെ പ്രസ്താവനയെയും സുധാകരൻ വിമർശിച്ചു. ഈ ചർച്ച ഒരു പൊതു ചർച്ചയിലേക്ക് പോകണം. എല്ലാ സാമുദായിക നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി തള്ളിപ്പറയേണ്ടത് തള്ളിപ്പറയുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല സന്ദേശം സമുദായത്തിന് നാടിന് നൽകാൻ ഇവരുടെ ഒരു സംയുക്തമായ ഒരു യോഗം KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർക്കും. അതിൽ ചർച്ച നടത്തും. ആ ചർച്ചയിലൂടെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം സമൂഹത്തിന് പകരാനുള്ള KPCCയുടെ ഉറച്ച തീരുമാനം ഞങ്ങളവിടെ നിന്ന് പ്രാവർത്തികമാക്കും. സമൂഹമാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം നടക്കുന്നുവെന്നും സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംഘപരിവാർ കെണിയൊരുക്കി കാത്തിരിക്കുന്നു. എന്നാൽ സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും വലിയ ദുഷ്പ്രചരണം നടക്കുന്നത്. ആ സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകളിലൂടെ നടക്കുന്ന ദുഷ്പ്രചരണമാണ് വർഗീയ വിദ്വേഷം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് സൈബർ പോലീസുണ്ട്, പോലീസ് സംവിധാനങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ആ ആളുകൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ അപകടമാണ്. ഇപ്പോൾ വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും അവരിതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു സമചിത്തത കാണിക്കുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ആ നിയന്ത്രണം ഇല്ല. ആ സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണമാണ് കാരണങ്ങൾ വഷളാക്കുന്നത്. കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. ഇത്തരം ചെയ്തികൾ ഒരു സംസ്ഥാനത്ത് നടക്കാത്ത കാര്യമാണ്. ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് സമ്മതിക്കില്ല ഇതുപോലെ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ. അതാണ് ചെയ്തത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, സർക്കാരിന് ഇക്കാര്യത്തിൽ നിലപാടില്ലായ്മയാണ് സർക്കാരിന്റെ നിലപാട്. ഓരോ സ്ഥലത്തും പോയിട്ട് സൗകര്യത്തിനനുസരിച്ച് പറയാം. സമസ്ത നേതാക്കളെ സന്ദർശിച്ച ശേഷം K. സുധാകരനും VD സതീശനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കുകയാണ്. കാരന്തൂർ മർക്കസിലാണ് കൂടിക്കാഴ്ച. സനോജാണ് ചേരുന്നത്. സനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, മതനേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K. സുധാകരനും മർക്കസിൽ എത്തിയത്. മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായിട്ടുള്ള സന്ദർശനം തുടരുകയാണ്. 4:30 ഇരുവരും ഇവിടെ എത്തിച്ചേർന്നത്. ഇരുവർക്കുമൊപ്പം MLA T. സിദ്ദീഖുമുണ്ട്. ഒപ്പം ഇപ്പോഴും സന്ദർശനം തുടരുകയാണ്. ഏകദേശം 40 മിനിറ്റോളം പിന്നിടുകയാണ്. ഇന്നലെ രാത്രി മുതൽ വിവിധ മതനേതാക്കളെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, പ്രത്യേകിച്ച് പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വിഭജനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരു ഐക്യരൂപീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സന്ദർശനം എന്നുള്ളതാണ് രാവിലെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC പ്രസിഡന്റും വ്യക്തമാക്കിയത്. ഇന്നലെ താമരശ്ശേരി രൂപതാ അധ്യക്ഷൻ റമിജിയോസ് ഇഞ്ചനാനിയെ രാത്രി വൈകി ഇരുവരും കണ്ടിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ജിഫ്രി മുത്തുകോയ തങ്ങളെ കണ്ടു. സമസ്ത EK വിഭാഗത്തിന്റെ നേതാവാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് മുജാഹിദ് നേതാക്കളെ ഇരുവരും കണ്ടത്. അതിനുശേഷം ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് വൈകുന്നേരം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെയും സന്ദർശിക്കും. എന്തായാലും സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ വിഭാഗീയത സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി പരിഹരിക്കുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സന്ദർശനമെന്ന് K. സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനോട് ഈ ഇരു വിഭാഗങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇത്തരമൊരു നീക്കവുമായി മുമ്പോട്ട് പോകുന്നത് എന്ന് K. സുധാകരൻ വ്യക്തമാക്കുകയുണ്ടായി.
ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മത സാമുദായിക നേതാക്കന്മാരെ ഇപ്പോൾ ഇരുവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപി, ശരി. സുഖ്ജീന്ദർ സിംഗ് രൺധാവ പഞ്ചാബ് മുഖ്യമന്ത്രിയാവും. MLA-മാരുടെ യോഗം രൺധാവയുടെ പേര് നിർദ്ദേശിച്ചു. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. അമരീന്ദർ സിംഗ് മന്ത്രിസഭയിൽ ജയിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. PCC പ്രസിഡന്റ് നവജോത് സിംഗ് സിദ്ധുവിന്റെ വിശ്വസ്തനാണ്. मैं तो सुबह से बोल रहा हूँ, हमने हाईकमान ने हमारे से पूछा था, तो जो पूछा हमने उसमें स्पष्ट तौर पे रंधावा साहब का नाम लिया था, और रंधावा साहब भी सुबह से हम बोल रहे हैं, अभी उनका ही सब लोगों ने नाम लिया है, और रंधावा साहब भी फाइनल जो है सीट बन जाएगा। मेरी नजरों में मैं सुबह से बोल रहा हूँ, हमारी नजरों में लगभग डन, और रंधावा जी जो है सीट सब डन। हमें तो खाली CM के लिए पूछा था, हमने रंधावा साहब का नाम ले दिया। तकरीबन जिन विधायकों से वार्ता हुई है सबने यही बोला रंधावा साहब का नाम ही लिया, इसलिए लगता है रंधावा साहब जो CM साहब। KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, അമരീന്ദർ സിംഗിന്റെ പിൻഗാമിയായി സുഖ്ജീന്ദർ സിംഗ് രൺധവ പഞ്ചാബ് മുഖ്യമന്ത്രിയാകും. നിരീക്ഷകരോട് സംസാരിച്ച MLA-മാരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനം. നിലവിൽ സഹകരണ ജയിൽ വകുപ്പ് മന്ത്രിയാണ് സുഖ്ജീന്ദർ സിംഗ് രൺധവ. MLA-മാരിൽ ഒരു വിഭാഗം സിദ്ധുവിനായി വാദിച്ചിരുന്നു. എന്നാൽ സിദ്ധുവിനെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന അമരീന്ദറിന്റെ ആവശ്യത്തെ തള്ളാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഒരുപക്ഷെ അമരീന്ദറിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകൾ ഉണ്ടായേക്കാം. അത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം ദോഷം ചെയ്യും എന്ന ഒരു വിലയിരുത്തലുണ്ടായി. ഇതേ തുടർന്നാണ് സിദ്ധുവിനെ വെട്ടിയത്. ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവും PCC മുൻ അധ്യക്ഷനുമായ സുനിൽ ചാക്കറിനായിരുന്നു പിന്നീട് പരിഗണനയുണ്ടായിരുന്നത്. അതേസമയം ഇത്തരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ സിഖ് വിഭാഗത്തിൽ നിന്ന് അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് ഉചിതമായിരിക്കില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് എത്തി. ഒപ്പം മുതിർന്ന നേതാവ് അംബിക സോണിയുടെ പേര് സജീവമായി പരിഗണിച്ചിരുന്നു. എന്നാൽ അംബിക സോണി തന്നെ നേരിട്ട് ഹൈക്കമാൻഡിനെ തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം അറിയിക്കുകയും സിഖ് സമുദായത്തിൽ നിന്നുള്ള ആൾ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം സുഖ്ജീന്ദർ സിംഗ് രൺധവയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ 2 ഉപമുഖ്യമന്ത്രിമാർക്കുള്ള സാധ്യത കൂടിയുണ്ട്. ഭരത് ഭൂഷൺ, കരുണ ചൗധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായേക്കും എന്നും സൂചനകളുണ്ട്. ശരി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കാസർഗോഡ് മേൽപ്പറമ്പിൽ 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. അധ്യാപകനായ ഉസ്മാനാണ് അറസ്റ്റിലായത്. മുംബൈയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഉസ്മാനെ ഫോൺ ട്രാക്ക് ചെയ്താണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈജു ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, ആദൂർ സ്വദേശിയായ ഉസ്മാനെ മുംബൈയിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ക്ലാസ് എന്ന പേരിൽ സമൂഹ മാധ്യമം വഴി അശ്ലീല ചൊവ്വയുള്ള സന്ദേശങ്ങൾ അധ്യാപകൻ അയച്ചതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ മാസം 8ാം തീയതിയാണ് ഡൽഹിയിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിനിയായ 8ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ഈ ഉസ്മാന്റെ മാനസിക പീഡനമാണെന്ന് ഈ പിതാവ് ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ മേൽപ്പറമ്പ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഉസ്മാൻ ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിക്ക് തുടർച്ചയായി അശ്ലീല ചൊവ്വയുള്ള സന്ദേശങ്ങൾ അയച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ ഉസ്മാൻ ഒളിവിൽ പോവുകയുമായിരുന്നു. ഒടുവിൽ ഇന്ന് ആണ് ഇപ്പോൾ മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് ഹോസ്ദുർഗ് കോടതിയിലാണ് ഉസ്മാനെ ഹാജരാക്കുക. ബാലാവകാശ കമ്മീഷനും ഈ സംഭവത്തിൽ നേരത്തെ കേസെടുത്തിരുന്നു. അടുത്ത മാസം 4 മുൻപ് വിശദമായ റിപ്പോർട്ടും ബാലാവകാശ കമ്മീഷൻ തേടിയിട്ടുണ്ട്. ഗോപി, ശരി ബൈജു. പാലക്കാട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മൊയ്തീൻ കോയയാണ് പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നല്ലടത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. മൊയ്തീൻ കോയയുടെ മകൻ ഷറഫുദ്ദീനെതിരെ ചെവായൂർ പോലീസ് സ്റ്റേഷനിലും സഹോദരൻ ഷബീറിനെതിരെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലും സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിന് കേസുകൾ നിലവിലുണ്ട്. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കി വിദ്യാഭ്യാസ വകുപ്പ്. 2 ദിവസത്തിനകം വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാവും ക്ലാസുകൾ. സമാന്തരമായി ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നവംബർ 1 സ്കൂളുകൾ തുറക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുന്നൊരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് വേഗത്തിലാക്കിയത്. സ്കൂൾ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ തീരുമാനിക്കാൻ ആരോഗ്യവകുപ്പുമായി വിശദമായ ചർച്ചകൾ നടത്തും. 2 ദിവസത്തിനുള്ളിൽ വിപുലമായ പദ്ധതി തയ്യാറാക്കും. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. സ്കൂളുകളിൽ പഴുതടച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ടും ഉള്ള
ഒരു പദ്ധതി തയ്യാറാക്കുന്നതാണ്. ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമായി സംയുക്തമായി തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കും. വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് കളക്ടർമാരുമായും അധ്യാപക സംഘടനകളുമായും ചർച്ചകൾ നടത്തും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകൾ. സമാന്തരമായി ഓൺലൈൻ ക്ലാസുകളും തുടരും. ക്ലാസുകൾ എങ്ങനെ വേണം, ടൈം ടേബിൾ എങ്ങനെ വേണം, ഈ 7000-ഓളം വരുന്ന കുട്ടികളടക്കമുള്ള വിദ്യാലയങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സുള്ള കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു, അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെയെല്ലാം എങ്ങനെയാണ് ഷിഫ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, ഏതെല്ലാം രീതിയിലാണെന്ന് സംബന്ധിച്ചിടത്തോളം അധ്യാപക സംഘടനകളുമായിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ക്ലാസുകൾ തുടങ്ങുന്നതിന് 15 ദിവസങ്ങൾക്ക് മുൻപ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റേത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാസ്ക് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി വിദ്യാഭ്യാസ മന്ത്രി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ചു തന്നെ. മറിച്ചുള്ള പ്രചാരണം വാസ്തവവിരുദ്ധം. വിദ്യാഭ്യാസ വകുപ്പുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പരസ്യമാക്കേണ്ടതില്ല. തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അത് ഈ കഥ എഴുതുന്നവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി പൂർണ്ണമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരാഴ്ച കാലമായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായും ചീഫ് സെക്രട്ടറി നിലവാരത്തിലും അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ അവലോകനം ചെയ്യുന്ന കമ്മിറ്റിയുമായിട്ട് ചർച്ചകൾ നടന്നുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞാനുമായിട്ടുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഇത്തരം സമിതികളുമായി നടക്കുന്ന ചർച്ചകൾ അത് പരസ്യപ്പെടുത്താത്തതുകൊണ്ടാണ് പത്രമാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നു. എല്ലാം വ്യക്തികളുടെ തെറ്റുകൾ ഉണ്ടാവാം, അല്ലാതെ മതത്തിൽ അങ്ങനെ ഒരു പദ്ധതിയില്ല. മുസ്ലിം സമുദായം അതിനുവേണ്ടി ആഹ്വാനം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അപ്പോൾ ഈ ആർക്കോട്ടിൻ ജിഹാദ്, ലവ് ജിഹാദ്, ഇതെല്ലാം പുതിയത് ഇങ്ങനെ വലിച്ചിട്ട് ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് വീണ്ടും വലിച്ചു കൊണ്ടുവന്ന് അത് വലിച്ചു കൊണ്ടുവരാതിരിക്കാനായിരിക്കാം മറ്റൊരു പുതിയ പേര് കൊണ്ടുവന്നത്. ആ പേര് കൊണ്ടുവന്നത് കൊണ്ടൊന്നും പ്രയോജനമില്ല. മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരതക്കോ കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. എപ്പോഴും തീവ്രവാദത്തിനെതിരെ, ഭീകരതക്കെതിരെ സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാനുള്ള നിർബന്ധം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാമിൽ ആദ്യമായി തന്നെ മലയാളത്തിൽ ഒരാൾ വരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്നാണ്. അപ്പോൾ മനസ്സിൽ ആദ്യമായി ഉറക്കണം, എന്നിട്ട് നാവ് കൊണ്ട് പറയുകയും വേണം ഇസ്ലാമിലേക്ക് കടക്കാനുള്ള വാക്കുകൾ. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു നിർബന്ധിച്ചുള്ള മതപരിവർത്തനമോ അല്ലെങ്കിൽ മറ്റു വല്ല വഞ്ചനയിലൂടെയുള്ള മതപരിവർത്തനമോ അത് മതപരിവർത്തനമാവുകയില്ല. അതുകൊണ്ട് മുസ്ലിംകളിൽ എണ്ണം വർദ്ധിക്കുകയുമില്ല. ആ നിലക്ക് വർദ്ധിപ്പിക്കണം എന്ന് ഇസ്ലാം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല. സൗകര്യമുള്ള ആളുകൾക്ക് വരാം, ഇല്ലാത്തവർക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ നയം. കെ സുധാകരനും വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സേവാ സമർപ്പൺ അഭിയാൻ പദ്ധതിയുടെ കൊട്ടാരക്കരയിലെ പരിപാടി പൂർത്തിയാക്കാതെ സുരേഷ് ഗോപി MP മടങ്ങി. തിക്കും തിരക്കും ഉണ്ടാക്കിയവരോട് കോവിഡ് മാനദണ്ഡം പാലിച്ച് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അനുസരിക്കാത്തതിനെ തുടർന്നാണ് അദ്ദേഹം മടങ്ങിയത്. തെങ്ങിൻ തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം MP വേദിയിലേക്ക് വരുമ്പോഴാണ് പ്രവർത്തകർ തടിച്ചുകൂട്ടിയത്. ഇനി പേര് വിളിക്കുന്നതിനനുസരിച്ച് വിജയകുമാരി എല്ലാവരും കസേരയിൽ ഇരിക്കേണ്ടതാണ്. നേതാക്കൾ പറയുന്നതിനനുസരിച്ച് എല്ലാവരും കസേരയിൽ ഇരിക്കുന്നതനുസരിച്ച് വിജയകുമാരി M, ബാലകൃഷ്ണപിള്ള, രവി
രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിണറായി വിജയന്റെ രാഷ്ട്രീയ വൈഭവത്തെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അസാധാരണ ശേഷിയുള്ള ആളാണ് പിണറായി വിജയൻ. കോൺഗ്രസിലെ അച്ചടക്കം ഇനി മുതൽ തനിക്കും ബാധകമാണെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ സംഘടനാ ദൌർബല്യം പരാമർശിക്കുമ്പോഴാണ് പിണറായിയുടെ രാഷ്ട്രീയ വൈഭവത്തെ കെ മുരളീധരൻ പുകഴ്ത്തിയത്. എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയിരുന്നയാളാണ് കെ കരുണാകരൻ. കരുണാകരനു ശേഷം ഇക്കാര്യത്തിൽ അസാധാരണ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നയാളാണ് പിണറായി വിജയൻ. എല്ലാ ജാതി മത സമവാക്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം, അത് കെ കരുണാകരന് ശേഷം ഇങ്ങനെ അഭ്യാസം പഠിച്ച ആള് പിണറായി വിജയൻ. കോൺഗ്രസിൽ ചർച്ചയാവുന്ന സെമി കേഡർ വിവാദത്തെ കെ മുരളീധരൻ വിശദീകരിച്ചത് ഇങ്ങനെ: പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമാണ് സെമി കേഡർ ശൈലി. CPM മാതൃകയല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. താനടക്കം എല്ലാവർക്കും ഇനി മുതൽ അച്ചടക്കം ബാധകമാണ്. ആരും പാർട്ടി പ്രോട്ടോകോളിന് വിരുദ്ധമായി ഇനി പ്രവർത്തിക്കാനാവില്ല. ഞാൻ ഉൾപ്പെടെ അതിനാർക്കും വരാനില്ല. സെമി കേഡർ നമ്മുടെ പാർട്ടിയിലുണ്ട്. ഇപ്പൊ CPM എങ്ങനെയാണ്? CPM ആർക്കും മത്സരിക്കാം, പക്ഷേ നേതൃത്വത്തിന്റെ അറിവ് കൂടാതെ മത്സരിച്ചാൽ പുറത്താണ്. അവരുടെ ജനാധിപത്യത്തിന് പ്രത്യേക ജനാധിപത്യം പേര് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വ ശില്പശാലയിലായിരുന്നു മുരളീധരന്റെ പരാമർശങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതിപക്ഷത്തിനും ഇതേ നിലപാടാണ്. വോട്ടിനായി ആരുമായും വിട്ടുവീഴ്ച ചെയ്യാമെന്നതാണ് കേരളത്തിലെ സ്ഥിതിയെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. വിയോജിപ്പുള്ളവന്റെ കൈവെട്ടുന്നവരാണ് SDPI-ക്കാർ. ഇവർ രണ്ടുപേരെയും കൂടെ നിർത്തുന്ന സമീപനം, ആ സമീപനല്ലേ അവരെ വെള്ളപൂശുന്ന സമീപനല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്? അതേ സമീപനല്ലേ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവും? വിവാദങ്ങൾക്കിടെ മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കമുള്ളവരെയാണ് സ്ഥലം മാറ്റിയത്. എന്നാൽ സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ ഉത്തരവ് പ്രകാരമാണ് സ്ഥലം മാറ്റമെന്ന് ബാങ്ക് അധികൃതർ വിശദീകരിച്ചു.